എൽ ഡി എഫിൽ അങ്ങനെ ഒരു മറ്റൊരു നേതാവില്ല, പിണറായി മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരു ഏകാധിപത്യ സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണത ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? മറ്റു നേതാക്കന്മാരെ ഉൾപ്പെടുത്തി ഈ പ്രചരണത്തിലേക്ക് പോകാതിരുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ തിരിച്ചടിയായി എന്ന് കരുതുന്നുണ്ടോ? വികസനമൊക്കെ ഉണ്ടായിട്ട് പോലും സർക്കാരിന്റെ 10 വർഷത്തെ EMS അധികാരത്തിൽ വന്ന കാലത്ത് 57-ല് EMSന്റെ പേരാണല്ലോ അധികം കേട്ടിരുന്നത്. ബാക്കി മന്ത്രിമാരുണ്ടായിരുന്നല്ലോ അന്ന്. അത് ഓരോ നേതാക്കന്മാരെ സംബന്ധിച്ചല്ലേ വിമർശനം ഉന്നയിക്കുക. പിണറായി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അപ്പോൾ എൻ്റെ സ്വഭാവമല്ലല്ലോ നിങ്ങൾക്കുള്ളത്, നിങ്ങളതല്ലല്ലോ ഇദ്ദേഹത്തിനുള്ളത്. അത് വ്യത്യസ്ത രീതിയിലായിരിക്കും. പക്ഷേ ഇപ്പം പത്രക്കാരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ചില ഒളിയമ്പ് പത്രക്കാർ ചെയ്യാറുണ്ട്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉത്തരം പറയും. അതല്ല അത് കേട്ടിട്ട് പിന്നെ ശരി വെച്ചിട്ട് പോരാൻ കഴിയുമോ? അതുകൊണ്ട് കേരളത്തിലാകെ പിണറായിൻ്റെ വർത്തമാനത്തിൻ്റെ തകരാറ് കൊണ്ട് കേരളത്തിലാകെ തോൽക്കുകയാണ്. അതൊന്നും അല്ലല്ലോ. ഈ പ്രചരണത്തില് വീട്ടിൽ പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് സഖാവ് കേട്ടിട്ടുണ്ടാവും. പ്രസംഗത്തിൽ ഒരാൾ ഒരു പ്രവർത്തകൻ തന്നെ ചോദിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനത്തെ ഒരു ശൈലി പൊതുവെ പുതിയൊരു കാലഘട്ടത്തിൽ അണികളോ അല്ലെങ്കിൽ തന്നെ കേഡർമാരോ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചന കൂടിയാണോ? ആ രൂപത്തിൽ എങ്ങനെ കാണുന്നത്? പിണറായിയുടെ ഭാഗത്ത് പെശകുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തണം. പിണറായി എല്ലാ തെറ്റുകൾക്കും അതീതനാണ് എന്നുള്ളതൊന്നും അല്ല പറയുന്നത്. പത്രക്കാർ ചിലപ്പോൾ ചോദിക്കുന്നത് പരിഹാസത്തോടു കൂടിയായിരിക്കും. അതിന് ആ രീതിയിൽ തന്നെ മറുപടിയും പറയും. പക്ഷേ ഈ നേരത്തെ ഞാൻ പറഞ്ഞത് പത്രക്കാരോട് മാത്രമല്ല, ഇപ്പൊ അന്ന് ഒരു മീറ്റിംഗില് പൊതുയോഗത്തിലാണ് ഒരു കേഡർ ചോദിച്ചപ്പോൾ ചോദ്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞത്, വീട്ടിൽ പോയി ചോദിക്കാൻ. അത് വലിയൊരു പ്രചരണ UDF പ്രചരണമായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രങ്ങൾ, ചാനലുകൾ എല്ലാം ഒറ്റക്കെട്ടല്ല അക്കാര്യത്തിൽ. മറുഭാഗത്തുള്ള തെറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത കൊടുത്തു എന്നുള്ളത് വരുത്താൻ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതിനപ്പുറം പിന്നെ തുടർച്ചയായിട്ടുള്ള വിശകലനം ഇതില്ലല്ലോ. ഇതാണെന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ടാണെന്നുണ്ടെങ്കിൽ ദിവസേന അത് ആവർത്തിക്കല്ലേ. അതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം 4 മണിക്ക് ചേർന്നല്ലോ. അദ്ദേഹം മറുപടി പോലും തയ്യാറാവാതെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാനുണ്ടായ ഫേസ്ബുക്ക് പേജിന് താഴെ ഈ കേഡർമാർ തന്നെ പറയുന്നത് ഒരു നേതൃമാറ്റം ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതുതലമുറ മാറ്റം CPM-ന് ആവശ്യമുണ്ടോ, സംസ്ഥാന സെക്രട്ടറി തലത്തിലും അല്ലെങ്കിൽ മുകളിലേക്കും? അത് പാർട്ടി ആവശ്യമാണ് എന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. അത് പാർട്ടിക്ക് ബോധ്യപ്പെടേണ്ട. അല്ല, താങ്കളുടെ ഒരു അഭിപ്രായം എന്താ? പുതിയൊരു തലമുറയിലേക്ക് ഇനി വരണോ? കാരണം ഈ പുതിയ തലമുറക്ക് കൈമാറലല്ല പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ അതിന് രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടും പ്രാപ്തരാണോ എന്ന് നോക്കിയിട്ടാണ്. കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി M സ്വരാജിന്റെ P ജയരാജനെ നേതൃത്വ തലത്തിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് ഫ്ലക്സ് അത് P ജയരാജന്റെ കാര്യം കുറേ കാലമായി നടക്കുന്നതാണ്. അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ MP ഗോവിന്ദൻ നല്ലൊരു ആപ്റ്റായിട്ടുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി ആണ്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നയിക്കാനും എല്ലാം കഴിഞ്ഞു എന്ന് താങ്കൾക്ക് ഒരു വിലയിരുത്തലുണ്ടോ വ്യക്തിപരമായിട്ട്? അതിപ്പോൾ EMS-നെ പോലുള്ള ആളുകൾ ഈ പാർട്ടിയെ നയിച്ചിട്ടുള്ളതാണ്. ആ സ്ഥാനത്തേക്ക് ഒരാൾ ഇപ്പോൾ കേരളത്തിൽ കണ്ടെത്താൻ പ്രയാസമുള്ളതാണ്. ഇപ്പം ഉള്ളതിൽ വെച്ച് ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളെ സ്ഥാനത്ത് അതല്ലേ സാധിക്കുള്ളൂ. കോടിയേരി ഏറ്റവും നന്നായിട്ട് പാർട്ടി സംഘടനയെ നയിച്ചിട്ടുള്ള ആളാണ്. അത് പാർട്ടിക്ക് ആ വിടവ് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണ്. പക്ഷെ അയാളിപ്പോൾ രണ്ടാമത് കൊണ്ടുവരാൻ കഴിയുമോ? അത് പോയി. ഇപ്പം ഉള്ള സ്ഥിതിയിൽ ഈ സാഹചര്യമെല്ലാം നോക്കിയിട്ടുള്ള പുതിയ ആളുകളെ എടുക്കുക, അതല്ലേ സാധിക്കുന്നുള്ളൂ. പിന്നെ ഓരോ വ്യക്തി നയിക്കുന്ന പാർട്ടിയല്ല CPM. അപ്പോൾ പിണറായി പറയുന്നത് മുഴുവനും കേൾക്കുന്ന പാർട്ടിയല്ല. പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം അത് നടപ്പാക്കുന്ന ഏർപ്പാടാണ്.